Hi friends, it's me English with SE. Welcome to a new series of spoken English practice. കുറച്ച് ദിവസങ്ങളായി നാം ഒരു പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസിൻ്റെ പണിപ്പുരയിലാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായി നാം പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ നാം കോൺവെർസേഷനിൽ എങ്ങനെ ഉപയോഗിക്കുമെന്നതായിരുന്നു പറഞ്ഞത് അല്ലേ. അതായത് ഞാൻ അവനെ കണ്ടിട്ടുണ്ട്, ഐ ഹാവ് സീൻ ഹിം. അവൾ അവനെ കണ്ടിട്ടുണ്ട്, ഷീ ഹാസ് സീൻ ഹിം. ഇങ്ങനെ ഹാസിൻ്റെയും ഹാവിൻ്റെയും പ്രയോഗത്തിലൂടെ എങ്ങനെയാണ് സെൻറ്റൻസുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ പോകുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു, പോയിട്ടുണ്ട്, ഇങ്ങനെ മൂന്ന് കാര്യങ്ങളും ഒപ്പം തന്നെ ക്വസ്റ്റ്യനുകൾ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം, അതുപോലെ ഒരു കാര്യം ഇല്ല അല്ലെങ്കിൽ അല്ല എന്നെങ്ങനെ പറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളും നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു പോയിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് ആ വീഡിയോസ് ഒന്ന് കാണുക. ശേഷം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഓൾ എന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക. മാക്സിമം ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്നതിന് ഐ ഹാവ് ഗോൺ ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോയിട്ടുണ്ട് എന്നതിനാണെങ്കിലോ ഹി ഹാസ് ഗോൺ ടു സ്കൂൾ. ഇപ്പോൾ ഹാവിൻ്റെ ഹാസിൻ്റെയും വ്യത്യാസം അറിയില്ലോ. സിംഗുലർ ഫോം ആണെങ്കിൽ അവിടെ ഹാസ് ഉപയോഗിക്കും, അതായത് ഒരേ ഒരാൾ, സിംഗുലർ എന്ന് പറയുമ്പോൾ ഒരേ ഒരാൾ മാത്രമാണെങ്കിൽ അവിടെ ഹാസ് ഉപയോഗിക്കും. എന്നാൽ ഐ, യു, അതുപോലെ പ്ലൂറലായ, അതായത് കുറേ പേരെ കാണിക്കുന്ന, അപ്പം അതിൽ നിന്ന് വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഐയും യുവും എടുത്തു പറയുന്നത്. ഐയും യുവും സിംഗുലർ ഫോമിലാണെങ്കിലും നമ്മൾ പ്ലൂറൽ കൺസ്ട്രക്ഷനിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഐ, യു ഒപ്പം തന്നെ ധാരാളം പേരുണ്ടെങ്കിൽ അവിടെ എന്തുപയോഗിക്കും? ഹാവ് ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഐ ഹാവ് ഗോൺ ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പോയിട്ടില്ല എന്നാണെങ്കിലോ എന്താവും? ഐ ഹാവ് നോട്ട് ഗോൺ ടു സ്കൂൾ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, നോട്ട് ഏതിൻ്റെ കൂടെയാണ് നാം ആഡ് ചെയ്യേണ്ടത്? ഓക്സിലറി വെർബിൻ്റെ കൂടെയാണ്. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്? ഹാവ് ആണ്. അപ്പോൾ ഐ ഹാവ് നോട്ട് അല്ലെങ്കിൽ ഐ ഹാവിൻറ്റ് ഗോൺ ടു സ്കൂൾ. എന്നാൽ അവൻ സ്കൂളിൽ പോയിട്ടില്ല എന്നാണെങ്കിലോ ഹി ഹാസ് നോട്ട്, ഹാസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഹാസ് നോട്ട് ഓർ ഹാസിൻറ്റ് ഗോൺ ടു സ്കൂൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഐ ഹാവ് ഗോൺ ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. ഐ ഹാവിൻറ്റ് ഗോൺ ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. ഹി ഹാസ് ഗോൺ ടു സ്കൂൾ, അവൻ സ്കൂളിൽ പോയിട്ടുണ്ട്. ഹി ഹാസ് നോട്ട് ഗോൺ ടു സ്കൂൾ, അവൻ സ്കൂളിൽ പോയിട്ടുണ്ടാകില്ല. കണ്ടോ? അപ്പോൾ ഇനി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? അവൻ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ അവൻ സ്കൂളിൽ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഏതാണ് ആദ്യം വരേണ്ടത്? ആദ്യം വരേണ്ടത് ഓക്സിലറി വെർബാണ് അല്ലേ. ഓക്സിലറി വെർബ് ഏതാണ്? ഇവിടുത്തെ ഹാവ് ആണ്. അപ്പോൾ അവൻ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഹാവ് ഐ ഗോൺ ടു സ്കൂൾ. അപ്പം നീ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്നാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. അപ്പം ഐക്ക് പകരം അവിടെ യു ചേർത്താലും മതി. ഹാവ് യു ഗോൺ ടു സ്കൂൾ. അപ്പോൾ അവൻ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്നാണെങ്കിലോ ഹാവിന് പകരം നമ്മൾ എന്താണ് അവിടെ എടുക്കേണ്ടത്? ഹാസ് ആണ് അല്ലേ. അപ്പോൾ ഹാസ് ഹീ ഗോൺ ടു സ്കൂൾ. കണ്ടോ? ഹാവ് ഐ ഓർ യു ഗോൺ ടു സ്കൂൾ, ഹാസ് ഹീ ഗോൺ ടു സ്കൂൾ. എന്നാൽ അവൻ സ്കൂളിൽ പോയിട്ടുണ്ടാകില്ലേ എന്നാണെങ്കിൽ എന്താവും? ഹാസിൻറ്റ് ഹീ ഗോൺ ടു സ്കൂൾ. മനസ്സിലായല്ലോ? ആ നെഗറ്റീവ് ഫോം ഒന്നിച്ച്. ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ നീ സ്കൂളിൽ പോയിട്ടുണ്ടാകില്ല. യു ഹാവ് നോട്ട് ഗോൺ ടു സ്കൂൾ ആണല്ലോ. അതിനെ തിരിച്ചിട്ട് ഹാവിൻറ്റ് യു ഗോൺ ടു സ്കൂൾ, ഹാവിൻറ്റ് യു ഗോൺ ടു സ്കൂൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ അവൻ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്നാണെങ്കിൽ ഹാസ് ഹി ഗോൺ ടു സ്കൂൾ. ഞാൻ അല്ലെങ്കിൽ നീ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഹാവ് യു ഗോൺ ടു സ്കൂൾ. ഇനി നോക്കൂ, ഇനി അവൻ എവിടെയാണ് പോയിട്ടുണ്ടാവുക? എവിടെയാണ്? എവിടെ എന്നുള്ളതിന് വാക്കെന്താണ്? വേറാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡുകൾ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ 1, 2 ക്ലാസ്സുകളിൽ 3 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡേ 1, 2, 3 ഒക്കെ നിങ്ങളൊന്ന് നോക്കുക. അതിനകത്തൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അവൻ എവിടെയാണ് പോയിട്ടുണ്ടാവുക എന്നാണെങ്കിലോ
അപ്പോൾ ആദ്യം നമ്മൾ ആ ക്വസ്റ്റ്യൻ വേർഡ് എടുത്ത് ഓക്സിലറി വെർബിന് മുമ്പ്, അതായത് ഇവിടെ നീ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്നതിന് ഹാവ് യു അല്ലെങ്കിൽ ഹാവ് ഐ ഗോൺ ടു സ്കൂളിൻ്റെ മുമ്പിൽ. അപ്പോൾ അവിടെ എന്തും വെയർ ഹാവ് യു ഗോൺ, കണ്ടോ, വെയർ ഹാവ് യു ഗോൺ. അപ്പം അവൻ എവിടെ പോയിട്ടുണ്ടാവുക എന്നാണെങ്കിലോ വെയർ ഹാസ് ഹീ ഗോൺ, കണ്ടോ, വെയർ ഹാസ് ഹീ ഗോൺ. അപ്പോൾ ഏതൊക്കെ ടൈപ്പിൽ നമ്മളിപ്പോൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കിയെന്ന് നോക്കൂ. ഇപ്പോൾ അവൻ സ്കൂളിൽ പോയിട്ടുണ്ട് എന്നാണെങ്കിൽ ഹി ഹാസ് ഗോൺ ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോയിട്ടുണ്ടാകില്ല എന്നാണെങ്കിൽ ഹി ഹാസ് നോട്ട് ഗോൺ ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്നാണെങ്കിൽ ഹാസ് ഹി ഗോൺ ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോയിട്ടുണ്ടാകില്ലേ എന്നാണെങ്കിൽ ഹാസിൻറ്റ് ഹി ഗോൺ ടു സ്കൂൾ. അവൻ എവിടെയാണ് പോയിട്ടുണ്ടാവുക എന്നാണെങ്കിലോ എന്താണ് അവിടെ വരുന്നത്? അവൻ എവിടെയാണ്? വെയർ ഹാസ് ഹീ ഗോൺ, വെയർ ഹാസ് ഹീ ഗോൺ. പ്രകാരം നമ്മൾ 5 രീതിയിൽ സെൻറ്റൻസുകൾ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ചിന്തിക്കുക, ആദ്യം നമ്മൾ പോകുന്നു എന്ന് പഠിച്ചു, പിന്നീട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പഠിച്ചു, ഇപ്പോൾ നമ്മൾ പോയിട്ടുണ്ട് എന്ന് പഠിച്ചു, അതിൻ്റെ ക്വസ്റ്റ്യൻസും പഠിച്ചു അല്ലേ. അപ്പോൾ ഈ 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ എക്സർസൈസായി തരാൻ പോകുന്നത്. അത് നിങ്ങൾ വ്യക്തമായി അവിടെ എഴുതുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ പറയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്ന് പറയാണ്, ഐ ടീച്ച് ഇംഗ്ലീഷ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളതിനെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല, ഐ ഡു നോട്ട് ടീച്ച് ഇംഗ്ലീഷ്. നീ എന്താണ് പഠിപ്പിക്കുന്നത്? വാട്ട് ഡു യു ടീച്ച്? കണ്ടോ, അതുപോലെ ഇപ്പം നീ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഐ ടീച്ച് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു, ഐ ടീച്ച് ഇംഗ്ലീഷ്. നീ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക? ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് ആണ്, ഐ അല്ലേ, ഐ ടീച്ച് അല്ലേ, ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ല, ഐ ആം നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ എന്താണ് ആം ഐ ടീച്ചിങ് ഇംഗ്ലീഷ്? നീ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ യു ടീച്ചിങ്? എന്നാൽ അത് തന്നെ നമ്മൾ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ മാറ്റി ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ എന്താവും? ഐ ഹാവ് ടോട്ട് ഇംഗ്ലീഷ്. ടീച്ചിൻ്റെ പാസ്റ്റ് ഫോമാണ് ടോട്ട്, V3. ഐ ഹാവ് ടോട്ട് ഇംഗ്ലീഷ്, പാസ്റ്റ് അല്ല, V3 ഫോം. ഐ ഹാവ് ടോട്ട് ഇംഗ്ലീഷ്. അപ്പം നീ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഹാവ് യു ടോട്ട് ഇംഗ്ലീഷ്? പിന്നെ നീ എന്താണ് പഠിപ്പിച്ചിട്ടുണ്ടാകുക? അവിടെ എന്താണ്? വാട്ട് ഹാവ് യു ടോട്ട്? കണ്ടോ, വാട്ട് ഹാവ് യു ടോട്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിനെ 3 വ്യത്യസ്തങ്ങളായ സെൻറ്റൻസുകളും നോട്ട് ചേർത്ത് നെഗറ്റീവായ സെൻറ്റൻസുകളും യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒപ്പം WH ക്വസ്റ്റ്യൻസ് ഇത്രയും നിങ്ങൾ എഴുതുക. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പശുക്കൾ പുല്ല് തിന്നുന്നു. പശുക്കൾ പുല്ല് തിന്നുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ അമ്മയെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ അമ്മയെ സഹായിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അവൻ നോവൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ നോവൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ, അവൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അവനെ മതി, അവൾ അവനെ സ്നേഹിക്കുന്നു. ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത്രയും ക്വസ്റ്റ്യനുകളിൽ നിന്ന് വ്യത്യസ്തമായ 5 ഫോമുകൾ വീതം മലയാളം എഴുതി അതിൻ്റെ ഇംഗ്ലീഷ് എഴുതി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.